15-ാം അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമേ തന്നെ ക്രിസ്തുരാജ്യത്തെ തിരുനാളിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. തന്റെ രാജ്യം ഐഹികമല്ല എന്ന് പീലാത്തോസിനോട് യേശു വെളിപ്പെടുത്തുന്ന ഭാഗമാണ് ഇന്നത്തെ സുവിശേഷം. ഈ ഭാഗത്തെക്കുറിച്ച് നമ്മുടെ കൂട്ടുകാർക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. യഹൂദ പ്രമാണികൾ യേശുവിനെ പീലാത്തോസിന് മുമ്പിൽ വിധിക്കുവാനായി കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. യഹൂദർക്ക് യേശുവിനെ കുറിച്ച് ഒരു തെറ്റും പീലാത്തോസിനോട് പറയാനില്ല. എന്നിരുന്നാലും യഹൂദ പ്രമാണികൾ യേശുവിൻ്റെ മരണം ആഗ്രഹിക്കുന്നു. യഹൂദ പ്രമാണികളും ന്യായാധിപന്മാരും യേശുവിൻ്റെ മരണം ആഗ്രഹിക്കുന്നത് കണ്ട് പീലാത്തോസിനും ഒരു ആഗ്രഹമുണ്ടായി, യേശു ആരാണെന്ന് അറിയാൻ വേണ്ടി. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം നാം പരിശോധിക്കുമ്പോഴത്തേക്കും ആദ്യമായിട്ടാണ് യേശുവിനെ വിധിക്കാനായിട്ട് ഒരു ന്യായാധിപൻ അല്ലെങ്കിൽ ഒരു അധികാരിയുടെ മുന്നിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അവിടെ യേശുവിൻ്റെ വിധി പറയുമ്പോഴത്തേക്കും തന്നെ ഈ ഒരു വിധിക്കാനായിട്ട് കൊണ്ടെത്തിക്കുമ്പോൾ പീലാത്തോസ് യേശുവിനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നീ യഹൂദൻ്റെ രാജാവാണോ എന്ന്. ഈ പീലാത്തോസിന് യേശു ആരാണെന്നൊന്നും നേരൊന്നും അറിയില്ല. പക്ഷേ എവിടെ നിന്നൊക്കെയോ പറഞ്ഞു കേട്ടോ. അതായത് യഹൂദ പ്രമാണികളെല്ലാം യേശുവിനെതിരായിട്ട് പറഞ്ഞ ഏക കുറ്റം ഇതാണ്, യേശു ലോകത്തോട് പറഞ്ഞുകൊണ്ട് നടക്കുന്നു, അല്ലെങ്കിൽ യേശു ഈ യഹൂദൻ്റെ എല്ലാവരുടെയും രാജാവാണ് എന്ന്. അപ്പോൾ ഈ ഒരു ചോദ്യം യഹൂദർ പറഞ്ഞു കേട്ട ഈ ഒരു ചോദ്യം പീലാത്തോസ് യേശുവിനോട് ചോദിക്കുമ്പോഴത്തേക്കും യേശു തിരിച്ച് പീലാത്തോസിനോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നീ ഇത് സ്വയമേ പറയുന്നതാണോ അതോ മറ്റുള്ളവർ എന്നെക്കുറിച്ച് പറയുന്നത് നീ കേട്ടതാണോ? അപ്പോൾ ഇതിന് ഉത്തരമായിട്ട് യേശു ഉത്തരം എന്നോണമല്ല പറയുന്നത്, പകരം തിരിച്ചൊരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ ചോദിക്കുന്നത്. ഒരു അധികാരിയോട് തിരിച്ച് യേശു ചോദ്യം ചോദിക്കുകയാണ്. അധികാരിയോട് ചോദ്യം ചോദിക്കണമെങ്കിൽ ആ അധികാരിയേക്കാളും ഉയർന്ന ഒരു അധികാരി മാത്രമേ ചോദ്യം ചോദിക്കാൻ നിൽക്കൂ, അല്ലാതെ സാധാരണ ആൾക്കാരൊന്നും ചോദിക്കില്ല. അപ്പോൾ യേശുവിന് പീലാത്തോസിനേക്കാളും അധികാരമുണ്ട് എന്ന് കാണിക്കുകയാണ് ഇവർ. അപ്പോൾ തിരിച്ച് യേശു ചോദിക്കുന്ന ചോദ്യം പീലാത്തോസ് തിരിച്ച് ഉത്തരം നൽകുന്നത് ഇങ്ങനെയാണ്, എനിക്ക് നിന്നെക്കുറിച്ചൊന്നും അറിയില്ല, നീ ആരാണെന്നൊന്നും എനിക്കറിയില്ല, പകരം നിൻ്റെ യഹൂദന്മാർ അല്ലെങ്കിൽ നിൻ്റെ ജനങ്ങൾ തന്നെയാണ് നിന്നെ എനിക്ക് ഏൽപ്പിച്ച് തന്നത്. അവരാണ് എനിക്ക് നിന്നെ എൻ്റെ മുന്നിൽ ഏൽപ്പിച്ചിട്ട് നീ ഒരു കുറ്റക്കാരനാണ്, നിന്നെ വധിക്കണം അല്ലെങ്കിൽ നിന്നെ വിധിക്കണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇത്ര മാത്രം അറിഞ്ഞാൽ മതി, നീ ചെയ്ത തെറ്റെന്താണ് എന്ന്. ഇവിടെ യേശു നീ ചെയ്ത തെറ്റെന്താണെന്ന് ചോദിക്കുമ്പോൾ യേശു ഉത്തരം പറയുന്നില്ല. തൻ്റെ രാജ്യത്തെക്കുറിച്ചാണ് യേശു ഇവിടെ പറയുന്നത്. തൻ്റെ രാജ്യം ഐഹികമല്ല. ഐഹികം എന്ന് പറയുന്നത് ഇഹത്തിൽ ഉള്ളത് എന്നാണ് അതിനർത്ഥം. ഇഹത്തിലുള്ളത് തന്നെ, അതായത് ഈ ലോകത്തുള്ള ഒരു രാജാവായിരുന്നെങ്കിൽ ആ രാജാവിന് വേണ്ടി യുദ്ധം ചെയ്യാൻ ആ രാജാവിൻ്റെ സൈനികർ വരും. പക്ഷേ ഇവിടെ യേശുവിന് വേണ്ടി യുദ്ധം ചെയ്യാൻ ആരുമില്ല. അതുകൊണ്ട് തന്നെയാണ് യേശു പറയുന്നത്, എൻ്റെ രാജ്യം എന്ന് പറയുന്നത് ഒരിക്കലും ഐഹികമല്ല, അല്ലെങ്കിൽ ഒരു ലൗകികമായ ഒരു രാജ്യമല്ല, അത് ദൈവികമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ആരുടെയും ആവശ്യമില്ല. എന്നിട്ട് വീണ്ടും ചോദിക്കുന്നുണ്ട്, നീ ആണോ രാജാവ് എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും പറയുന്നുണ്ട്, നീ സ്വയമേവ പറയുന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. യേശു അത് പറയുന്നു, നീ തന്നെ അത് ഏറ്റു പറയുന്നുണ്ട്, ഞാൻ രാജാവാണെന്ന് എന്ന് വീണ്ടും യേശു പറയുന്നുണ്ട്. അതായത് യേശു പീലാത്തോസിനെ തന്നിലേക്ക് തന്നെ ആകർഷിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സത്യത്തിനായുള്ള യേശുവിൻ്റെ സാക്ഷ്യം നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. യേശു പറയുന്നുണ്ട്, ഞാൻ ജനിച്ചതും ഈ ലോകത്തിലേക്ക് വന്നതും സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ്. സത്യത്തിലായിരിക്കുന്ന ഒരുവൻ യേശുവിൻ്റെ വാക്ക് ശ്രമിക്കുന്നു. അയാൾ നന്മയുടെ പാതിയിലൂടെ ആയിരിക്കും ചരിക്കും. യേശു നമ്മോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമായിരിക്കാം, നീ എനിക്ക് വേണ്ടി ജനിച്ചവനാണോ അതോ ലോകത്തിന് വേണ്ടിയിട്ടുള്ളതാണോ എന്ന്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം നാം നമ്മുടെ പ്രവർത്തികളും ചിന്തകളും വിലയിരുത്തി സ്വയം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നാം ക്രിസ്തുരാജ്യത്തെ തിരുനാൾ ആഘോഷിക്കുകയാണ്. യേശുവിൻ്റെ കുരിശുമരണ സന്ദേശം കാണാനും കേൾക്കാനും കഴിയുന്നവർ ഒരു യഥാർത്ഥ രാജാവിനെയാണ് കാണുന്നത്. യേശുവിൻ്റെ രാജ്യത്വത്തിന് 3 സവിശേഷതകളുണ്ട്. യേശു രാജാവാണ്, പ്രവാചകനാണ്, പുരോഹിതനാണ്. ഈ 3 സവിശേഷതകളിലും നമ്മൾ ക്രൈസ്തവരെല്ലാവരും മാമോദീസായിലൂടെ പങ്കുചേരുന്നു. ഹൃദയങ്ങളുടെ രാജാവാണ് ക്രിസ്തു. നമുക്കും ഒരു രാജാവാകാൻ സാധിക്കുന്നു. ചുറ്റുമുള്ളവരുടെ വീഴ്ചകൾ കാണാനുള്ള സന്മനസ്സ്, വീഴ്ച കണ്ട് രസിക്കാനല്ല, ആ വീഴ്ച കണ്ട് അലിവ് തോന്നുന്ന ഒരു ഹൃദയം ഉണ്ടാകണം, കാരുണ്യമുണ്ടാകണം. അപ്പോഴാണ് നമ്മളൊരു നല്ല രാജാവായി മാറുന്നത്. ഈ രാജാവാകാനുള്ള വിളിയിലേക്കാണ് യേശു എന്നെയും നിങ്ങളെയും നമ്മൾ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. ഈ പാതയിലൂടെ നമുക്ക് സഞ്ചരിക്കാം. അതിനായി സർവേശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.